കൊല്ലം പള്ളിമണ്ണിലെ പോലീസ് അതിക്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പരാതിക്കാരൻ. ഒത്തുതീർപ്പായ കേസിൽ വാറണ്ട് ഓർഡറുമായി അർദ്ധരാത്രിയിലായിരുന്നു ചാത്തന്നൂർ പോലീസിന്റെ അതിക്രമം. പള്ളിമൺ സ്വദേശി അജികുമാറിനെയാണ് വീടിനുള്ളിൽ കയറി സിഐയും സംഘവും ചേർന്ന് പിടികൂടിയത്. അജികുമാറിനെതിരെ ചാത്തന്നൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പരവൂർ കോടതിയിലെ നടപടികൾക്ക് ശേഷം കേസ് ഒത്തുതീർപ്പാകുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യമറിയാതെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചാത്തന്നൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പള്ളിമണ്ണിലെ അജികുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഭാര്യയും മകളും വീട്ടിലുള്ള സമയം മതിൽ ചാടിക്കടന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ചു കയറി തന്നെ ബലമായി പിടികൂടിയതായാണ് അജികുമാറിന്റെ പരാതി. കേസ് കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ടും സിഐ കേൾക്കാൻ തയ്യാറായില്ലെന്നും അജികുമാർ പറയുന്നു. ഞാൻ ഓടിയ ഒരു പ്രതിയല്ല, ഓടിച്ചിട്ട് പിടിച്ചതല്ല. ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൽ വന്ന് വിളിക്കുമ്പോഴാണ് വിവസ്ത്രനാക്കി, വസ്ത്രം പോലും ധരിക്കാൻ പറ്റാതെ എന്നെ കൊണ്ടുപോകണമെന്നുള്ള ഒരു അത്രത്തോളം ഏതോ ഒരു വലിയ കൊടും ക്രിമിനലിനെ കൊണ്ടുപോകാനായിട്ടാണ് കൊണ്ടുപോകുന്ന രീതിയിലാണ് പുള്ളി എന്നെ ഇവിടെ ഈ കുട്ടികളുടെയും എൻ്റെ ഭാര്യയുടെയും മുമ്പിൽ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിലും ഞാൻ നാണക്കെട്ട് നാറി ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചത്. പോലീസ് അജികുമാറിനെ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അജികുമാറിന്റെ മകളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വസ്ത്രം പോലും ധരിക്കാൻ സമയം നൽകാതെ തന്നെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചതായും പരാതിയിലുണ്ട്. അജികുമാറിനെ സ്റ്റേഷനിലെത്തിച്ച ശേഷം ഇ കോർട്ട് പോർട്ടലിൽ നോക്കിയപ്പോഴാണ് കേസ് നിലവിലില്ല എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുന്നത്. പിന്നീട് 3 മണിയോടെയാണ് അജികുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല എന്നും വാറന്റ് നിലവിലുണ്ടായിരുന്നുവെന്നുമാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം. സ്റ്റേഷനിൽ വെച്ച് കുടിവെള്ളം ചോദിച്ചപ്പോൾ വനിതാ ഉദ്യോഗസ്ഥ തന്നെ അപമാനിച്ചതായും അജികുമാർ പറഞ്ഞു. തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയ സിഐക്കെതിരെയും വാറന്റ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചയ്ക്കെതിരെയും അജികുമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അജികുമാർ അറിയിച്ചു. ജനം, കൊല്ലം.